ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിക്കായുടെ പൂജാഗൃഹം എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 13 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. മിക്ക വസിച്ചിരുന്നത് എവിടെ? ഉത്തരം: എഫ്രായിം മലനാട്ടിൽ. ചോദ്യം 2. എന്തിനെപ്പറ്റിയാണ് മിക്കായുടെ അമ്മ ശാപമുച്ചരിക്കുകയും മിക്കായോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നത്? ഉത്തരം: 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി. ചോദ്യം 3. 1100 വെള്ളി നാണയങ്ങൾ എൻ്റെ കൈവശമുണ്ട്, ഞാനാണ് അത് എടുത്തത് എന്ന് മിക്ക പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞതെന്ത്? ഉത്തരം: എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. ചോദ്യം 4. മിക്ക 1100 വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തപ്പോൾ ഈ വെള്ളി എന്തിനു വേണ്ടി കർത്താവിന് മാറ്റിവെക്കുന്നു എന്നാണ് അമ്മ പറഞ്ഞത്? ഉത്തരം: എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ വേണ്ടി. ചോദ്യം 5. കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും നിർമ്മിക്കാൻ വേണ്ടി എത്ര വെള്ളി നാണയങ്ങളാണ് തട്ടാനെ ഏൽപ്പിച്ചത്? ഉത്തരം: 200 വെള്ളി നാണയങ്ങൾ. ചോദ്യം 6. കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് എവിടെ? ഉത്തരം: മിക്കായുടെ ഭവനത്തിൽ. ചോദ്യം 7. മിക്ക തൻ്റെ പുത്രനെ പുരോഹിതനായി അവരോധിച്ചത് എവിടെ? ഉത്തരം: മിക്കായുടെ പൂജാഗൃഹത്തിൽ. ചോദ്യം 8. മിക്ക തൻ്റെ പൂജാഗൃഹത്തിലേക്ക് വേണ്ടി ഉണ്ടാക്കിയത് എന്തെല്ലാം? ഉത്തരം: എഫോദും വിഗ്രഹങ്ങളും. ചോദ്യം 9. മിക്കായുടെ കാലത്ത് ഇസ്രായേലിൽ ഇല്ലാതിരുന്നത് എന്ത്? ഉത്തരം: രാജവാഴ്ച. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 10. അക്കാലത്ത് എന്താണ് എല്ലാവരും പ്രവർത്തിച്ചിരുന്നത്? ഉത്തരം: യുക്തമെന്ന് തോന്നുന്നത്. ചോദ്യം 11. പൂരിപ്പിക്കുക. യൂദായിലെ ഡാഷിൽ യൂദാ വംശജനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഉത്തരം: ബത്ലഹേമിൽ. ചോദ്യം 12. ബത്ലഹേമിലെ യൂദാ വംശജനായ യുവാവ് ആരായിരുന്നു? ഉത്തരം: ഒരു ലേവ്യൻ. ചോദ്യം 13. ലേവ്യൻ എന്തന്വേഷിച്ചാണ് ബത്ലഹേമിൽ നിന്ന് പുറപ്പെട്ടത്? ഉത്തരം: ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച്. ചോദ്യം 14. ലേവ്യൻ യാത്ര ചെയ്ത് എത്തിയത് എവിടെ? ഉത്തരം: എഫ്രായിം മലനാട്ടിലെ മിക്കായുടെ ഭവനത്തിൽ. ചോദ്യം 15. മിക്ക ലേവ്യനോട് ചോദിച്ചതെന്ത്? ഉത്തരം: നീ എവിടെ നിന്ന് വരുന്നു എന്ന്. ചോദ്യം 16. താൻ ആരാണെന്നാണ് യുവാവ് മിക്കായോട് പറഞ്ഞത്? ഉത്തരം: യൂദായിലെ ബത്ലഹേംകാരനായ ലേവ്യൻ ആണെന്ന്. ചോദ്യം 17. താൻ എന്തന്വേഷിക്കുകയാണ് എന്നാണ് ലേവ്യൻ മിക്കായോട് പറഞ്ഞത്? ഉത്തരം: താമസിക്കാൻ ഒരു സ്ഥലം. ചോദ്യം 18. എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് എന്തായിരിക്കുക എന്നാണ് മിക്ക ലേവ്യ യുവാവിനോട് പറഞ്ഞത്? ഉത്തരം: പിതാവും പുരോഹിതനും ആയിരിക്കുക എന്ന്. ചോദ്യം 19. യുവാവിന് എന്ത് നൽകിക്കൊള്ളാം എന്നാണ് മിക്ക പറഞ്ഞത്? ഉത്തരം: വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും. ചോദ്യം 20. യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയപ്പോൾ മിക്ക പറഞ്ഞതെന്ത്? ഉത്തരം: ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന്. എന്നെ സഹായിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.